യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു വീഡിയോ ആണിത്. ഒറ്റ കാര്യം മാത്രം പറയാം. ഡേ ഇൻ മൈ ലൈഫിനേക്കാളും വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ലൈഫിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. നമ്മുടെ ദിവസങ്ങൾ നമ്മളെ ബോറാക്കിയാലും ഒരു വീക്കിലെ വിഷ്വൽസ് നമ്മളെ ബൂസ്റ്റ് ചെയ്യിക്കും, ഷുവർ. ബട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടും. കണ്ടറിയാം. കുറച്ചധികം മഴയുള്ള ദിവസത്തിന് ശേഷം വന്ന വെയിലായതുകൊണ്ട് നല്ല മനസ്സമാധാനം മനസ്സിനും ശരീരത്തിനും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തുണി കഴുകൽ, ഉണക്കൽ, മടക്കൽ, തുണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ ഞാനൊരു യജ്ഞമായിട്ട് കണ്ടങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മനസ്സിൻ്റെ ആശ്വാസം കിട്ടാറുണ്ട് എനിക്ക്. തുണി കഴുകി ഉണങ്ങി അലമാരി കയറിയാൽ തന്നെ ഞാൻ 70% ഓക്കെ ആവാറുണ്ട്. ഇനി മോണ്ടിസോറി അമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് സബ്മിഷൻ ഡേറ്റ് തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 8 അന്ന് 2 അസൈൻമെൻറ്റ് വെക്കണം. അതായത് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അസൈൻമെൻറ്റ്. ഇതിൽ മൂന്നാമത്തെ അസൈൻമെൻറ്റ് കുറച്ച് ഈസിയാണ്, പക്ഷെ 2 ഇത്തിരി പാടാണ്. കുറേ വീഡിയോ ഒക്കെ കാണണം, അത് അനലൈസ് ചെയ്യണം, ക്രിട്ടിക്ക് എഴുതണം, നമ്മളൊരു ക്ലാസ് എടുത്ത് വീഡിയോ അയച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് കുറ്റം പറയും, അല്ല സോറി അവർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ 3 എഴുതി തീർത്തിട്ട് 2ലേക്ക് തിരിയാമെന്ന് വെച്ചു. എഴുതി തകൃതിയായി നടക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വിഷ്വലിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഞാൻ മൂന്നാമത്തെ എഴുതി തീർത്തിട്ടുമുണ്ട്, 2ലേക്ക് വന്നിട്ട് തിരിഞ്ഞിട്ടുമുണ്ട്. ഈ വിഷ്വൽസൊക്കെ ഈ ആഴ്ചയിലാണെന്നേ എനിക്കറിയത്തുള്ളൂ. ഏതൊക്കെ ദിവസം എടുത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് സിസ്റ്റമാറ്റിക് ഒന്നും ആയിരുന്നില്ല ഞാൻ ഈ ഒരാഴ്ച മുഴുവൻ. മഴ മാറി വെയിലൊക്കെ വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫുഡ് പോയ്സൺ അടിച്ച് ഞാൻ വീണ്ടും കിടപ്പായ കാഴ്ച ഇതിലെവിടെയോ വരുന്നുണ്ട്. ഛർദി എന്നൊക്കെ പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയപ്പോൾ പോലും ഞാൻ ഇമാതിരി ഛർദ്ദിച്ചിട്ടില്ല. എനിവേ ഞാൻ ഓക്കെയാണിപ്പോൾ. അതിനിടയ്ക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ കാണാം സമുദ്രം കമന്ന് വീണ് കിടക്കുന്നു. സോ അവളങ്ങനെ കമന്ന് വീണിരിക്കുന്നു ഗൈസ്. ഈ ആൾക്കാർ വന്നിട്ട് കമന്ന് വീണില്ലേ, ആ കുട്ടി ഇങ്ങനെയായിരുന്നു, എൻ്റെ കുട്ടി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ധൈര്യമുള്ള അമ്മയാണെങ്കിലും ഒന്ന് ചിന്തിക്കും, ഇനി എന്താണാവോ എൻ്റെ കുട്ടി കമന്ന് വീഴാത്തതെന്ന്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ആ സമയം കഴിഞ്ഞും വീഴുന്നില്ലെങ്കിൽ, സയൻറ്റിഫിക്കലി ഉള്ള സമയം കഴിഞ്ഞും മൈൽ സ്റ്റോൺ ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് പീഡിയാട്രിഷനെ കാണിക്കുക, അവർ കറക്റ്റ് കാര്യം പറയും. സോ ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ സന്തോഷം, ചിരി എല്ലാം തന്നെ പേരൻസുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്, കുറച്ചുകൂടെ കണക്റ്റഡ് ആണ്. നമ്മളുടെ മൈൻഡ് സെറ്റും നമ്മളുടെ സമാധാനവും എങ്ങനെയാണോ ഇരിക്കുന്നത് അത് ആ കുട്ടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതേ കിടക്കുന്നു ഞാൻ ആശുപത്രിയിൽ പോയ ആ ഒരു സീന്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് കേട്ടോ. ഫുഡ് പോയ്സൺ അടിച്ച് കിടന്ന ആ ഒരു സീനാണ് ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ എൻ്റെ 3rd അസൈൻമെൻറ്റ് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അന്ന് തന്നെ എനിക്കത് ഫിനിഷ് ചെയ്യാനും പറ്റി. കാരണം അത്ര സിമ്പിളായിരുന്നു ആ ഒരു അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് തന്നെ അഭിയും അച്ഛനും ദേവും ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സമുദ്രം ഇടയ്ക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ അവരെടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അസൈൻമെൻറ്റ് എഴുതി തീർക്കാൻ പറ്റി അന്ന് തന്നെ. ഇപ്പം ഞാൻ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വായിക്കുമ്പോൾ സമുദ്രം എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഒച്ചത്തിൽ വായിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ നോക്കാറുണ്ട്, ഇവരെന്താ ഈ ചെയ്യുന്നത്, എന്താ ഈ വായിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിനെ നോക്കാറുണ്ട്. പിന്നെ അവളവിടെ കൈ എണ്ണിക്കൊണ്ടൊക്കെ കിടക്കും, പിന്നെ ഞാൻ ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അവൾ ഞാൻ വായിക്കുന്നത് ഇങ്ങനെ കേൾക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വായിച്ച് കൊടുക്കാറുണ്ട്. സമുദ്ര 3rd റൗണ്ട് അവളുടെ ഉറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് 3 എഴുതി കഴിഞ്ഞു. ഇനി അസൈൻമെൻറ്റ് 2 ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് അതിനകത്തിൽ കുറേ വീഡിയോസൊക്കെ കാണാനുണ്ട്, എന്നിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ എഴുതാനുണ്ട്. കുറച്ച് നമ്മൾ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ 3യും 2വും ഓഗസ്റ്റ് 8 വെക്കണ്ടേ. 3 ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫ്രണ്ട് പേജൂടെ സെറ്റ് ചെയ്താൽ മതി. 2 എഴുതി തുടങ്ങണം. അതിന് മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. ഞാൻ തല നനച്ച് കുളിച്ചിട്ട് 2 ദിവസമായി. എനിക്ക് ഓൾറെഡി വയ്യാത്തതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം എനിക്കങ്ങനെ നന്നായി ഒന്ന് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഫേസിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹോം റെമഡി ചെയ്യാം, ഒന്ന് സ്ക്രബ് ചെയ്യണം, അത്രയേ ഉള്ളൂ. വൈറ്റ് ഹെഡ്സൊക്കെ ആയിട്ടുണ്ട്. അത് ചെയ്തിട്ട് തലയൊക്കെ എണ്ണ തേച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അസൈൻമെൻറ്റ് എഴുതാം. എനിക്കിന്നും പതിവ് പോലെ തുണി കഴുകാനുണ്ടായിരുന്നു. ഞാൻ തുണി കഴുകാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു. പുള്ളി നല്ല തുണി കഴുകൽ യജ്ഞത്തിലാണെന്ന് തോന്നുന്നു.
എനിവേ അബി തുണി കഴുകിയതിന് ശേഷം വേണം എനിക്ക് കഴുകാനായിട്ട്. എനിക്ക് കുഞ്ഞിൻ്റെ തുണിയുണ്ട്, എൻ്റെ കുറച്ച് തുണിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം റെമഡി. ഞാൻ കാപ്പിപ്പൊടിക്കകത്തിൽ പഞ്ചസാരയും തൈരും കൂടെ ഒക്കെ ഇട്ടിട്ട് മുഖത്തൊന്ന് റബ്ബ് ചെയ്തതാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അബിയുടെ മുഖത്തോട് ഞാൻ കുറച്ച് തേച്ച് കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ. എന്നിട്ട് കുളിക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അബി പോയി ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് കുളിച്ചിട്ട് വരട്ടെ. ഞാൻ എൻ്റെ തുണി കഴുകൽ പരിപാടിയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. ഇതെന്നത്തെ സാധനോ? ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അകത്തൊക്കെ എടുത്തിട്ടുണ്ട്. പറഞ്ഞത് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോവാ, തുണി എഴുതാൻ പോവാ, അസൈൻമെന്റ് ഞാൻ എഴുതി തീർത്തിനി, അടുത്ത രണ്ടാമത് അസൈൻമെന്റേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ മുഖത്ത് കണ്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഓ അങ്ങനെ. എനിക്കത് പ്രശ്നമില്ല. എനിക്കത് പ്രശ്നം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല. പിന്നെന്തോ എനിക്കത് പ്രശ്നം. ചില ആൾക്കാർക്കൊക്കെ പ്രശ്നം വരും. ചില ആൾക്കാർ ആരെങ്കിലൊക്കെ വരുമല്ലോ. ഇങ്ങനെയല്ല, എന്നാൽ ബസന്തിയെ പോലുണ്ടല്ലേ. ചായ ബജി മതി പോ. സമയം 5:15 അമ്മ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചായ ഇടണം. അത് കഴിഞ്ഞിട്ട് ദീപിൻ്റെ കുറച്ച് ട്യൂഷൻ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അവളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത്യാവശ്യം ദൂരെയാണ് കോളേജ്. പോയിട്ട് മിക്കവാറും വരുമ്പോൾ 6 മണി കഴിയും. അത് കുഴപ്പമില്ല, അവൾ മാനേജ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് 7 മണിയാവും വരാനായിട്ട്. അപ്പം അവിടെ കുറച്ച് പിള്ളേരെ ഒന്ന് ഹാൻഡിൽ ചെയ്തെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത് ഞാൻ കണ്ടും കൂട്ടി ഓക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പക്ഷേ കുറച്ച് എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. സമുദ്രം എഴുന്നേറ്റു. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൈക്കില്ല, ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അവൾ ഉറങ്ങുവാണെങ്കിൽ ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ട്യൂഷൻ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാനത് റേസ് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ കോൺഫിഡൻസ് കുറവുണ്ട്. നോക്കാം, അന്നേരത്തെ ഒരു മൂഡ് പോലെ ഇരിക്കും ഇതെങ്ങനെയാണെന്നുള്ളത്. എനിവേ എനിക്കും പോക്കറ്റ് മണി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ. സോ യാ, ഫൈനലി ഞാൻ യെസ് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മോണരോമയേ മോഹലാവയേ എൻ്റെ നാളയേ പ്രേമലീലയേ. അങ്ങനെ ഞങ്ങളുടെ പാട്ടും ബഹളവും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് സമുദ്രം കിടത്തി ഉറക്കി. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രിയിൽ. ഞാൻ എൻ്റെ സെക്കൻഡ് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതെഴുതി കംപ്ലീറ്റ് ഒന്നും ആക്കിയില്ല, പക്ഷെ എനിക്ക് ഉറക്കം വന്ന് അങ്ങനെ ഞാൻ കിടന്നു. ഇനി നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ അടുത്ത ദിവസമാണ്. ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് ഇവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഇരിക്കുക. ഇത് ഞങ്ങൾ വർക്ക് ഏരിയ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെട്ടാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ ചൂടാക്കി കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല ദോശയും കടലക്കറിയായിരുന്നു. അതും കഴിച്ച് ഈ ജനലിൽ കൂടി ഇങ്ങനെ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. ഞാനും അബി ഇങ്ങനെ അടുത്തടുത്ത് ചെയറൊക്കെ ഇട്ട് മിക്കവാറും ദിവസം ഇവിടെ ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമാധാനം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഥയൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. ഞങ്ങൾ കഴിച്ച് തുടങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു പുറത്ത്, നിങ്ങൾക്കത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ട് എവിടുന്നോ ഒരു മഴ വന്നു. എനിക്ക് പൊതുവെ മഴ അങ്ങനെ ഇഷ്ടമേ ഉള്ളൊരു കാര്യമല്ല. മഴ കണ്ടിന്യൂസ് പെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് വെയിലാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മഴ പെയ്തതുണ്ടല്ലോ, അതിനൊരു വേറൊരു ഫീലായിരുന്നു, വേറൊരു വൈബായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ മിണ്ടി പറഞ്ഞൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ, ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ട് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അതെപ്പോഴും ഒരു പ്രത്യേക വൈബും ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയും ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? അങ്ങനെ തോന്നാറുണ്ടോ? എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? ഇതേ കണ്ടോ, ആ മഴ കണ്ടോ? ലൈഫിൽ ഇങ്ങനെ കിട്ടുന്ന ചില മൊമെൻറ്റ്സ് ഇല്ലേ, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് നടക്കുന്ന സമയത്ത് മനസ്സിലാക്കില്ല. ഇങ്ങനെയുള്ള വിഷ്വൽസ് കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഓർക്കുമ്പോഴോ ആയിരിക്കും അയ്യോ എന്ത് ഭംഗിയുള്ള ദിവസമായിരുന്നു, എന്ത് ഭംഗിയുള്ള നിമിഷമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. ഈ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് എൻ്റെ ക്ലാസ്സസ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അസൈൻമെൻറ്റ് എഴുതി തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ മോണ്ടിസോറിയുടെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നുള്ളത്, ആ ക്ലാസ്സാണ് ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കഥ പറച്ചിലാണ്, ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബോട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ കുട്ടികൾ ക്ലാസ് എടുക്കുന്ന പോലത്തെ ഡെമോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സമുദ്രയുടെ നഖം വെട്ടണമെന്ന് ഞാൻ ഇങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്തു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് വെച്ചിട്ട് സമുദ്രയുടെ നഖം എടുത്ത് കളയുന്നത്. പിന്നെ ഇപ്പോൾ ഫ്രൈഡേ ആണ്. നാളെ നമ്മളിത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ ദീപുവിൻ്റെ ട്യൂഷൻ പിള്ളേരെയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. ചെറിയ പിള്ളേരെ 1-2 പേരെ ജസ്റ്റ് അവരുടെ ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുക, എഴുതിപ്പിക്കുക, അതൊക്കെ ഉള്ളൂ. എന്നാൽ പോലും അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ, എൻ്റെ കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് അസൈൻമെൻറ്റ് 3 ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി അസൈൻമെൻറ്റ് 2ൻ്റെ ഒരു വീഡിയോ ഒന്ന് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോസ് അവരുടെ കാണാനുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് ക്രിട്ടിക് എഴുതാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഗ്രൂപ്പിലിട്ട വീഡിയോസ് വേറെ ആൾക്കാരും ഇടും, അപ്പോൾ അവരുടെയും കണ്ടിട്ട് നമ്മൾ റിവ്യൂസ് എഴുതണം. അതാണ് അസൈൻമെൻറ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അത് നമുക്ക് നോക്കാം. ശനിയാഴ്ച പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. ബിക്കോസ് വെള്ളിയാഴ്ച രാത്രി ഫുള്ള് സമുദ്ര വഴക്കായിരുന്നു. അങ്ങനെ ഉറക്കക്ഷീണം കാരണം എനിക്ക് പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വൈദവേ ഇതാണ് എൻ്റെ ട്യൂഷൻ കുട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീക്ക് നന്നായി കാണാം. ബൈ.